തരാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ പറയുന്ന കഥയുടെ പേരാണ് സുന്ദരി പശു മൈക്കുട്ടിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവിടെ പശുക്കുട്ടിയും ഉണ്ടായിരുന്നത്. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ സുന്ദരിയും കൂട്ടി പുല്ലുമേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേയുന്നതിനിടെ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചെങ്ങരമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് വരുന്ന? അവിടെ ധാരാളം പഴങ്ങളും നല്ല ഭംഗിയുള്ള പുല്ലുകളും ഒക്കെയുണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ സുന്ദരി കാട്ടിലേക്ക് പോയി. സുന്ദരി കാട്ടിലെത്തിയപ്പോൾ കാടിനെന്തൊരു ഭംഗി! എത്ര പഴങ്ങൾ, എത്ര പൂക്കൾ, ഭംഗിയുള്ള പുല്ലുകൾ. അവിടെ നിന്ന് കളിച്ചും രസിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം. സുന്ദരി പേടിച്ചു പോയി. മൃഗങ്ങളൊക്കെ ഓടുന്നല്ലോ. ആട്ടത്തിനിടെ ഓടി. സുന്ദരി ചോദിച്ചു, ആൺകുട്ടി, എന്താണ് ആ ശബ്ദം? മൃഗങ്ങളൊക്കെ ഓടുന്നല്ലോ. ആട്ടത്തിനിടെ ആൺകുട്ടിയും ഓടി. ആട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നേ. നീ കാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപകടത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്തവരോട് കൂട്ടുകൂടരുത്. ഇതും പറഞ്ഞു സുന്ദരി വീട്ടിലേക്ക് പോയി. പാവം സുന്ദരിയെയും കാത്തുനിന്ന് വീട്ടുപടിപ്പ് നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോ അപ്പുവിന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയിരുന്നില്ല. ഇതിൽ നാം മനസ്സിലാക്കേണ്ട, പരിചയമില്ലാത്തവർക്ക്